ഹായ്. തിരുവനന്തപുരം ജില്ല രൂപീകൃതമായത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഒരു ലഘു വിവരണവുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ആയിരിക്കുന്നത്. 1949 ജൂലൈ മാസം 1-ാം തീയതിയാണ് തിരുവനന്തപുരം ജില്ല നിലവിൽ വന്നത്. കേരള സംസ്ഥാന രൂപീകരണത്തിന് മുന്നോടിയായി 1949 ജൂലൈ മാസം 1-ാം തീയതിയാണ് തിരുക്കൊച്ചി ലയനം നടക്കുന്നത്. തിരുവിതാംകൂർ തലസ്ഥാനമായ തിരുവനന്തപുരം ഐക്യ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായി മാറുകയായിരുന്നു. ഇന്നത്തെ കന്യാകുമാരി ജില്ല കൂടി ഉൾപ്പെട്ടിരുന്ന തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായിരുന്നു ഇത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ വിഭജിച്ചപ്പോഴാണ് ഇന്ന് കാണുന്ന നിലയിൽ ജില്ല രൂപീകൃതമായത്. 1949 നിലവിൽ വന്ന തിരുവനന്തപുരം ജില്ല സമൃദ്ധമായ പൈതൃകവും സാംസ്കാരിക വൈവിധ്യവുമുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഹൃദയമാണ്. പ്രഗത്ഭമതികളായ ഒട്ടേറെ സാമൂഹിക പരിഷ്കർത്താക്കൾ, നവോത്ഥാന നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, കലാകാരന്മാർ, സാഹിത്യകാരന്മാർ തുടങ്ങി ലോകമറിയുന്ന പ്രതിഭകൾക്ക് ജന്മം നൽകിയ മണ്ണാണ് അനന്തപുരി എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം. ലോകപ്രശസ്തമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി നമ്മുടെ ജില്ലയുടെ പേരിന് ബന്ധമുണ്ട്. കഴിഞ്ഞ 75 വർഷക്കാലത്തിനിടയിൽ നമ്മുടെ ജില്ല വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാങ്കേതിക വിദ്യ, കാർഷിക മേഖല, വിനോദസഞ്ചാരം എന്നിങ്ങനെ സമസ്ത മേഖലകളിലും കൈവരിച്ച നേട്ടങ്ങൾ നിസ്തൂലമാണ്. അടുത്ത ഘട്ടമെന്ന നിലയിൽ ഇപ്പോൾ തിരുവനന്തപുരം നഗരം സ്മാർട്ട് നഗരമായി മാറുകയാണ്. സ്മാർട്ടാകുന്ന നഗരത്തിൻ്റെ വികസനക്ഷേമ പദ്ധതികൾക്ക് നേതൃത്വം നൽകാൻ സാധിച്ചത് പൊതുജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായാണ് കാണുന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതി, തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖ പദ്ധതി, റിംഗ് റോഡ് പദ്ധതി, IT പാർക്കുകൾ എന്നിവ ഉൾപ്പെടെ വൻ വികസന പദ്ധതികളാണ് ജില്ലയിലും നഗരത്തിലും നടപ്പാക്കുന്നത്. ലോകത്തെ ഏത് നഗരത്തോടൊപ്പവും കിടപിടിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനം നമ്മുടെ ജില്ലയിൽ പ്രാവർത്തികമാവുകയാണ്. നമ്മുടെ ജില്ലയുടെയും അതിലൂടെ സംസ്ഥാനത്തിൻ്റെയും സർവോന്മുഖമായ വളർച്ചയ്ക്കും വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടി നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. 75 വയസ്സ് പൂർത്തിയാക്കുന്ന എൻ്റെ അനന്തപുരിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.